സഹകരണ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി 3 തവണ മത്സരിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സർക്കാർ അപ്പീൽ പരിഗണിച്ചാണ് നടപടി. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് അടക്കം കൂടുതൽ സുതാര്യമാക്കുക ലക്ഷ്യമിട്ടാണ് സഹകരണ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. അതിലാണ് ഇപ്പോൾ നേരത്തെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ്, അതായത് 3 തവണയിൽ കൂടുതൽ ഒരാൾക്ക് മത്സരിക്കാൻ ഉള്ള വിലക്ക് അത് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. മറ്റെന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സിജു സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഈ സഹകരണ മേഖലയിൽ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള നടപടികൾ സുതാര്യമാക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നത്. ഏതാണ്ട് 56 നിയമ ഭേദഗതികൾ സർക്കാർ കൊണ്ടുവന്നു. ഉമേഷ്, അതിനകത്തൊരു തിരുത്തുണ്ട്. സഹകരണ മേഖലയിൽ ക്രമക്കേട് കണ്ടെത്തിയതോടൊപ്പം അതൊരു പൊതുവായ സഹകരണ മേഖലയിലെ ചില സ്ഥാപനങ്ങളിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തി, പക്ഷേ എല്ലാം സുതാര്യമാക്കുക എന്ന നിലപാടിൽ തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായി സഹകരണ ഭേദഗതി നിയമം കൊണ്ടുവരുന്നു. അതെ സിജു, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ ക്രമക്കേട് അത് കണ്ടുകൊണ്ടാണ് സർക്കാർ അങ്ങനെ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. 56 നിയമ ഭേദഗതികൾ സർക്കാർ കൊണ്ടുവന്നിരുന്നു. അതിൽ ഒന്നൊഴികെ മറ്റെല്ലാം നേരത്തെ സിംഗിൾ ബെഞ്ച് ശരിവെച്ചു. ഇതിൽ ഒരെണ്ണം മാത്രമാണ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. അത് ഈ 3 തവണയിൽ കൂടുതൽ മത്സരിക്കുന്നവർക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിയാണ്. ഇതാണ് റദ്ദാക്കിയത്. എന്നാൽ ഇതിനെതിരെ സർക്കാർ ഇപ്പോൾ അപ്പീൽ സമർപ്പിച്ചിരുന്നു. ഈ അപ്പീൽ കോടതി പ്രാഥമികമായി കേട്ടു. അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നു മുതൽ ആ സ്റ്റേ ബാധകമാകും എന്നുള്ളതാണ്. 3 വർഷത്തിൽ കൂടുതൽ മത്സരിച്ചവർക്ക് ഇന്നു മുതൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയില്ല. അതേസമയം ഇതിനകം തെരഞ്ഞെടുപ്പ് നടന്നിടത്ത് അത് ബാധകമല്ല. പക്ഷേ ഇന്നു മുതൽ അങ്ങനെ കഴിയില്ല എന്നുള്ളതാണ്. ഈ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്മേൽ വളരെ വിശദമായ വാദം കേൾക്കും. നേരത്തെ ഈ സിംഗിൾ ബെഞ്ച് വിധി ഈ തരത്തിൽ 3 തവണ മത്സരിക്കുന്ന ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. 3 തവണയിൽ കൂടുതൽ ഇനിയും സഹകരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കാനാകില്ല, വിലക്ക് തുടരുക തന്നെയാണ്. വിവരങ്ങളാണിപ്പോൾ ഉമേഷ് നൽകിയത്.